വട്ടാച്ചിട്ടാ ഞാൻ പറയാം. ഇപ്പൊ ആ കൊച്ചിനെ പോയി കണ്ടെന്ന് വിചാരിച്ച് നിന്റെ എന്തെങ്കിലും ഇറങ്ങിപ്പോവോ? അമ്മയോട് ഞാൻ എത്ര വട്ടം പറയണം എനിക്ക് താല്പര്യമില്ലാന്ന്? അതൊന്നും നിനക്ക് താല്പര്യമില്ലാത്തേ? നിന്നേക്കാൾ ഒരു വയസ്സ് ഇളയതാ ആ അർജുൻ. അവന്റെ കല്യാണ ഈ വരുന്ന ഞായറാഴ്ച. എന്റെ മോനോടൊന്ന് പോയി കാണാൻ പറഞ്ഞ എന്റെ മോൻ ആഹാ. അതൊക്കെ വഴിയേ വന്നോളൂ. ഇങ്ങനെ പോയാൽ നിനക്കൊരു പെണ്ണും കിട്ടാതെ പോടാ. ഈ ചെക്കനെ കൊണ്ട് അതിഥി മോളോ? ഹായ് ആൻറ്റി. അബി എവിടെ ആൻറ്റി? അവൻ റൂമിലുണ്ടാവും. ആണോ? ഞാനെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. മോളെ എന്താ ആൻറ്റി? മോള് പറഞ്ഞ അവൻ കേൾക്കും. നിന്നോട് അവൻ പറയുള്ളൂ. അവനക്കിനെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു നോക്കരുത്. കൊണ്ടുവരുന്ന എല്ലാ ആലോചനകൾക്കും അവനക്ക് താല്പര്യമില്ല. ലവോ? അങ്ങനെയൊന്നുമില്ല ആൻറ്റി. ആൻറ്റി വിഷമിക്കാതെ. അഭിനെ കെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പന്തല് മുഴുവൻ തിരക്ക തിരക്ക പെണ്ണ് ജക്കനും വേർക്ക വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കിയ കണ്ടോക്കിയ ജക്കന്റെ പത്രാസ് കണ്ടോക്കിയ കണ്ടോക്കിയ പെണ്ണും ജക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണും ജക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ഇവളിതാരെ നോക്കി ദീപിക്കുന്നേ? നീ ഇതാരെ നോക്കി പേടിപ്പിക്കുന്നേ? അവള് വേറെ ഒന്ന് സഹായിച്ചൂടെ? സെൽഫി എടുത്തോണ്ടിരിക്കുക. അത് പിള്ളേരല്ലേ? അതോ പിള്ളേര്? നിന്റെ കണ്ണിലത് കുരുണ്ടോ? നീ പൊടി. നീ വടാ. എന്താടി? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടി? വല്ല കിഡ്നി വേണോ? അല്ല, ഒരു പതിവില്ലാത്ത മുഖവര. കൊന്നടേ കമോൺ. അല്ല, ഒരു കല്യാണത്തെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എവിടെ ആയിരുന്നടാ? പാർലർ വരെ ഒന്ന് പോയതാ. ഇവളുമാര് നാളൊക്കെ പൊട്ടിയിട്ട് കുളിച്ച് നിൽക്കില്ലേ? നാളെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കണ്ടേ? ആയി ശരി. അമ്മായി അവിടെ അന്വേഷിക്കുന്നുണ്ട്. ഇനി ഒരു ലിസ്റ്റ് ആയിരിക്കും. ഏത് നേരത്തെ ദൈവമേ കല്യാണം കഴിക്കാൻ തോന്നിയത്. അല്ലാണ്ട് ഇരിക്കല്ലേ, എനിക്കൊരു സമയം വരും കേട്ടോ ചേട്ടാ. മിണ്ടരുത് നീ. നീ കാരണം എനിക്ക് വീട്ടിൽ സമാധാനമില്ല. നിന്നേക്കാൾ ഒരു വയസ്സ് ഇളയത് അർജുൻ. അവന്റെ കല്യാണം ഞാനിങ്ങനെ മൂത്തരച്ച് പോവുള്ളൂ. എന്തിനാടാ നിനക്ക് ഇത്ര തിരക്ക്? അത് പിന്നെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എന്നാ മോൻ സന്തോഷിക്കേ. ചെല്ലേ, ആദ്യം തന്നെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ. ആയിക്കോട്ടെ. ആ അതിഥി, എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ വരും, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അർജുൻ ഭദ്ര, ഇയാളാണ് ആ കല്യാണ ചെറുക്കൻ. നമ്മുടെ അബയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ.
എന്താ കല്യാണത്തിനെ കുറിച്ച് നിന്റെ അഭിപ്രായം? നീ ഇതുവരെ ഇത് വിട്ടില്ലേ? പറ, നിനക്ക് എങ്ങനെയുള്ള കുട്ടീനെ ഇഷ്ടം? അതിപ്പോ ഞാൻ ഇതുവരെ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നിനക്കറിയാലോ, എനിക്ക് ഈ പെൺപിള്ളേരോട് സംസാരിക്കാന്ന് പറയുന്നതിന് ഒരുതരം അൺകംഫർട്ടബിളാ. ഞാൻ ആ കൂടി സംസാരിക്കാറ് നിന്നോടും അമ്മയോടും മാത്രം. പിന്നെ കല്യാണത്തെ കുറിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു കൊച്ചിനെ കണ്ടിട്ടില്ല. നോക്കാം, നല്ലൊരു കൊച്ചിനെ കാണട്ടെ, അപ്പൊ ആലോചിക്കാം. അത്രേ ഉള്ളൂ? അയ്യോ, ഏട്ടനോട് മുല്ലപ്പൂന്റെ കാര്യം പറഞ്ഞു. ഞാനിപ്പോ വരാം. പിന്നെ നില അടിപൊളിയുണ്ടല്ലോ. പിന്നല്ല ഡാളിയ. എന്നാലും രണ്ടിനെ കുറച്ച് നേരത്തെ വരായിരുന്നു. ആടാ, കല്യാണം പറഞ്ഞ് ലീവ് എടുത്തിട്ട് നിന്നെ കൂടി പണി ഞങ്ങൾ രണ്ടാളും ഷെയർ ഇട്ടാ ചെയ്യുന്നത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഞാനൊന്നും പറഞ്ഞില്ലേ. ഏട്ടാ, അമ്മായി അന്വേഷിക്കുന്നുണ്ട്. ആണോ? നില, ഇതെന്റെ ഫ്രണ്ടാ അതിഥി. അതിഥി, ഇതെന്റെ കൊളീക്ക നില, പിന്നെ രോഹിത്തും. ഹായ്. നിങ്ങൾ സംസാരിക്കേ, ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ. ആടാ, ഡാ, നീ ഒന്ന് വന്നേ. എന്താടാ? അമ്മയെ വിളിച്ചിരിക്കുന്നത് എന്തായാലും പണിക്കായിരിക്കും. വാ, നമുക്ക് ഷെയർ ഇട്ട് ചെയ്യാം. വന്ന് കയറിയില്ല, കയറുമ്പത്തേക്ക് അവനിട്ട് ഞാൻ പണി തലയില്. വാടാ, പൈസ എടുത്തു തരാം. എന്നോക്കെ हाय चक्का चक है तू, हाय चक्का चक हूँ मैं, हाय चक्का चक है तू, हाय चक्का चक हूँ मैं। टपकती दोपहर सी लड़की की लहर सी मेरी जैसी चाहिए तेरे जैसे को, फूलों वाली डाली भी हो, चुम्मा भी हो, गाली भी हो, बोलो कैसी चाहिए तेरे जैसे को। पलंग टूटता पहली रात सारा मोहल्ला करता बात, हुई चौर में बरसात, कौन वहाँ था किसके साथ। हाय चक्का चक है तू, हाय चक्का चक हूँ मैं, हाय चक्का चक है तू, हाय हाय चक्का चक हूँ मैं। ചേച്ചി, അമ്മായി വിളിക്കുന്നുണ്ട്. നില, ഞാനിപ്പോ വരാം. ഓക്കെ.
നീ ഇവിടെ നിക്കായിരുന്നോ? ഞാൻ പിന്നെ എവിടൊക്കെ നോക്കിയെന്നറിയോ? എന്താടി? ഏയ് ഒന്നുമില്ല, ഞാൻ കൊണ്ടുവന്നല്ലേ, എന്റെ ഉത്തരവാദിത്തല്ലേ നോക്കേണ്ടത്. അതാരണ. പൊടി. ആ നില, ഹായ്. നിങ്ങൾ തമ്മില് പരിചയമുണ്ടോ? ദാ ഇപ്പൊ പരിചയപ്പെട്ടേയുള്ളൂ. നില. അഭിനവ്. അബി, ഞങ്ങളുടെ രണ്ടാൾ ഫോട്ടോസ് കൊണ്ട് തരൂ. ആ നിക്ക്. നില, നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോ വരാം. എന്താണ് മോനെ ഒരു എത്തിനോട്ടം? നില കൊള്ളാലേ? ശരിക്കും അറിയില്ല, ബട്ട് എനിക്കിഷ്ടായി. എന്റെ മുരുക, എന്റെ പ്രാർത്ഥന കേട്ടു. തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ ഹോയ് തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ जिया जले जा जले नैनो तले धुआं चले रात भर धुआं चले जानू ना सके जिया जले जा जले नैनो तले धुआं चले रात भर धुआं चले जानू ना सके जिया जले जा जले देखते हैं तन मेरा मन में छुपती है नजर होठ सिल जाते उनके नर्म होठों से मगर गिनती रहती हूँ मैं अपनी करवटों के सिलसिले क्या करो कैसे कहो रात कब कैसे ढले हो नंजिनीले
കണ്ണിലെ സിവന്തതേ എൻ മഞ്ചളേ നെഞ്ചിനിലെ ഊഞ്ചലേ ഇവനിത് നോക്കി നോക്കി കോളാക്കോ? ഇത്രയും പെട്ടെന്ന് ഇടപെടുന്നാണ് ബുദ്ധി. ആദ്യം വൃത്തിയായിട്ട് ഇടി നിർത്ത്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റണ്ടേ? ശരി. അല്ല, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ പ്ലാൻ? അത് പിന്നെ നമുക്ക് പിന്നെ എന്റെ ഈശ്വര, ഞാൻ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് വടി കൊടുത്തൂടെ? അത് പിന്നെ ഞാൻ എങ്ങനെയാ? നീ ആദ്യം പോയിട്ട് അവളോട് ഇഷ്ടാന്ന് പറ. ഇത്ര പെട്ടെന്നോ? ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ, എങ്ങനെ ഇത്ര പെട്ടെന്ന് പറയാം? ഈ പറഞ്ഞ തന്നെ അവളത് വിശ്വസിക്കൂ? അതും മാത്രല്ല, ഇന്ന് കണ്ടില്ലേ ഉള്ളൂ, അവൾക്കെങ്ങനെ എന്നെ ഇഷ്ടപ്പെടൂ? നീ ആദ്യം പറ. എനിക്കുറപ്പാ അവൾക്ക് നിന്നെ ഇഷ്ടായിരിക്കും. അതെന്താ നിനക്ക് എത്ര ഉറപ്പ്? അവൾക്ക് നിന്നോടുള്ള ശരി സംതിങ് സ്പെഷ്യൽ അവളെ കണ്ണുകൾ പറയുന്നുണ്ട്. അവളതിന് എല്ലാവരോടും ഒരുപോലെയല്ലേ സംസാരിക്കുന്നേ, ചിരിക്കുന്നേ? എന്താ കുറച്ചു നേരത്തെ നീ കൂടി കണ്ടല്ലേ അത് നിന്നോടൊക്കെ ഇങ്ങനെ ചിരിക്കണേന്ന്? അതുപോലെ തന്നെ എന്നോട്. ഓ, ഇവനോടൊക്കെ പറഞ്ഞ എന്നെ വേണം പല്ല. നീ എന്തെങ്കിലും ചെയ്. പോവല്ലേ, നിക്ക്. അങ്ങനെ അതിഥിയുടെ സഹായം കൊണ്ട് നമ്മുടെ നിരയും അധികം എടുത്തു. जादू नैना काले तेरे में हवाले हुआ सीने से लगा ले मैं तेरा ओ दोनों धीमे धीमे जले आजा दोनों ऐसे मिले जमीन पे लगे ना तेरे ना मेरे पाँव रे പറ്റില്ല പറ്റില്ല പറ്റില്ല. പ്ലീസ് 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 പ്ലീസ്. നോ വേ. പറ്റില്ല പറഞ്ഞ പറ്റില്ല. പ്ലീസ് പ്ലീസ്. അബി എടാ, ഓക്വേർഡായിരിക്കും, ഞാൻ വരുന്നില്ല. പ്ലീസ്, നിനക്കറിഞ്ഞൂടെ ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കും. അതുകൊണ്ടാ. പ്ലീസ്, നീ കൂടെ വന്ന എനിക്ക് വരാത്തൊരു ധൈര്യ. പ്ലീസ് 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 പ്ലീസ്. ഞാനിങ്ങനെ ആലോചിക്കാനും കൂടി വയ്യ. പ്ലീസ് ഡി, ഞാൻ വേറെ ആരോട് ചോദിക്കുക, നീ അല്ലുള്ളൂ. പ്ലീസ് അതിഥി.
താങ്ക് യു. ആ നീ വന്നേ, സമയമില്ല, എനിക്ക് ഡ്രസ് സെലക്ട്. പോവാം. ആ പോവാം. നെർവസ് ആവല്ലേ? യു ക്യാൻ ഡു ദിസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഡേറ്റിന് ഫ്രണ്ടിനെ കൂട്ടിട്ട് പോകുന്ന മുതല കാണുന്ന. മയത്തില് സ്വീറ്റ് ആയി വേണം സംസാരിക്കാൻ. കൊണ്ടുപോയി നശിപ്പിക്കല്ലേ. ഡോണ്ട് വെറി, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഓ, ആ കുട്ടി ചെരുപ്പ് ഊരടിക്കാതിരുന്നാ മതിയായിരുന്നു. പോവാം. ആ നടക്ക് നടക്ക്. हर घड़ी बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो, जो है समा कल हो न हो, हर घड़ी बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो, जो है समा कल हो न हो. നില, അബി ഹായ്. ഹായ്. ഹായ് മീര. ആ അതെ, ഹായ്. ഓക്കെ, യു ഗൈസ് ക്യാരി ഓൺ. ഞാൻ അപ്പുറത്തെ ടേബിളിൽ ഉണ്ടാവും. അവരൊറ്റയ്ക്ക് പോയിരുന്നു, നീ എന്ത് കാണിക്കാനാ? അല്ല, ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യാം. യു ഗൈസ് ക്യാരി ഓൺ. ആണോ? എന്നാ ഫ്രണ്ട് വരുന്നവർ ഇവിടെ ഇരിക്കേ. ഇങ്ങനെ പോയാൽ ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിൽ കമ്മിറ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലീസ് ഡാ. അതെ, യു ക്യാൻ ജോയിൻ us. ഒറ്റയ്ക്ക് അവിടെ പോയിരുന്ന് എന്ത് ചെയ്യാനാ? കം ആൻഡ് ജോയിൻ us. ഹേ അതിഥി, നോ പ്രോബ്ലം, കംഫോർട്ട് ആയിരിക്കേ. So Abhi, how are you doing? Doing good. And you? Same here. Abhi, എന്തടി? എന്തെങ്കിലും കോംപ്ലിമെന്റ് പറ. ആ നിനക്കോ? നിനക്കെന്താ അടിപൊളിയായിട്ടുണ്ട്. ഇവനെ കൊണ്ട് എനിക്കില്ല, അവൾക്ക്. ഓക്കേ, അല്ല ഞാനെന്താ പറയണ്ടേ? എന്തെങ്കിലും പറഞ്ഞേ? ഇനി അത് ഞാൻ പറഞ്ഞു തരണോ? എന്തെങ്കിലുമൊക്കെ പറ. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നേ മുന്നേ പിന്നെ ഞാൻ നോക്കാതെ ഞാൻ പറഞ്ഞേനെ. ഇതൊന്നുമില്ലാതെ ഞാൻ എന്ത് പറയാനാ? പിന്നെ എനിക്കെന്താ ഡെയിലി എക്സ്പീരിയൻസ് ആണല്ലോ. പ്ലീസ് ഡി, നീ അല്ലാതെ വേറെ ആരെന്നെ ഹെൽപ്പ് ചെയ്യാം? നീ ദിലീപിന്റെ മൂവീസ് കണ്ടിട്ടില്ലേ? അതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്. ഓക്കേ, വെയിറ്റ് ആൻഡ് സീ. ഓ, കണ്ടോളാം. അമ്മില, ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. യു ടു ലുക്ക് ഹാൻസം ആസ് ഓൾവേസ്. താങ്ക് യു.
ഓർഡർ പ്ലീസ്. സോ അതിഥി, അബി നിന്നെ പറ്റി കുറേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി പറ. ഫുഡ് വരുന്നവരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. അതിന് മാത്രം വലിയ കഥയൊന്നുമല്ല. ഞാൻ രണ്ടുപേരുടെ അമ്മമാരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതുപോലെ ഞങ്ങൾ അച്ഛന്മാരും മിലിറ്ററി ഓഫീസേഴ്സാണ്. മിലിറ്ററി ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് ഞങ്ങൾ രണ്ടുപേരുടെ അച്ഛന്മാരും ഒരു വിധത്തിൽ മരിച്ചുപോയി. അതിനുശേഷം അവരവിടെ നിന്ന് മാറി. ഞാൻ അമ്മയുടെ വയറ്റിലും പിന്നെ അബിക്ക് 4 വയസ്സുമായിരുന്നു. ഞാൻ ജനിച്ചത് മുതൽ എനിക്ക് അബിനെ അറിയാം. ഒരുമിച്ച് വളർന്നു. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി. സത്യം പറഞ്ഞ എനിക്ക് ആ കൂടിയുള്ള ഗേൾ ബെസ്റ്റ് ഫ്രണ്ട് അത് ഇവളാ. എനിക്ക് മറ്റ് പെൺകുട്ടികളുടെ അടുത്ത് ഞാൻ കംഫർട്ടബിളേ അല്ല. ബട്ട് അതിഥി ഇന്ന് എനിക്കൊരു കംഫർട്ടാണ്. അങ്ങനെയാ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വളർന്നത്. അബി ഇതിന് ട്രൈ ചെയ്ത് അല്ല, എനിക്ക് എന്തുപറ്റി? കഴിക്കുന്നില്ലല്ലോ. അത് അല്ല, അബിക്ക് സീ ഫുഡ് ഇഷ്ടമല്ല, അതാ. ഓ, എനിക്കറിയില്ലായിരുന്നു. താങ്ക് യു അതിഥി. ആ നില, ഈ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. യാ ഷുവർ. ഡേ, എനിക്ക് ചിക്കൻ 65 ഇഷ്ടമല്ലേ? കഴിക്കേ. സൂക്ഷിച്ച്. പതുക്കെ കഴിച്ചാ മതി. ഇതാരും എടുത്തു കൊണ്ടുപോകുന്നില്ല. ഞാൻ പതുക്കെ തന്നെ കഴിച്ചേ. ആ, അത് കണ്ടല്ലോ. അബി, ഇത് നിന്റെ ഫസ്റ്റ് ഡേറ്റാ? ആ അതെ. അപ്പോ അതിനു മുന്നേ ലവ് ചെയ്തിട്ടേ ഇല്ല? നോ. ഇനി പ്രൊപ്പോസൽ സ്റ്റോറീസ്? എന്തു പറ്റിയ ദീദി? എന്തിനാ ചിരിക്കുന്നേ? പറയട്ടെ ബി? അതിഥി പറ. ആക്ച്വലി അപ്പോൾ അബി +2-ലും ഞാൻ 9th-ലുമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ട്യൂഷനിലാണ് പഠിക്കുന്നത്. പെണ്ണിൻ്റെ പേര് മേഘ എന്നാ. ഒരു തമിഴ് പെണ്ണാണ്. ആ പെണ്ണിൻ്റെ അടുത്താ ഈ സാറിൻ്റെ കണ്ണ്. ആഹാ, എൻ്റെ അമ്മ മലയാളിയും അപ്പോൾ തമിഴനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തമിഴ് അറിയാം. അച്ഛൻ്റെ ബന്ധക്കാരോട് സംസാരിച്ച് എനിക്ക് ആവശ്യത്തിന് തമിഴ് അറിയാം. അത് ഈ സാറിന് ഒരുപാട് ഉപകാരമായി. പോയി ഇവൻക്ക് വേണ്ടി ആ പെണ്ണിനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഇവൻ തരുന്ന ചോക്ലേറ്റ് ഡെയിലി പോയി കൊണ്ടുകൊടുക്കും. പിന്നീട് ബർത്ത്ഡേ, ക്രിസ്മസ് അങ്ങനെ എല്ലാത്തിനും ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാൻ ഇവൻ തരും. ഇനി ഇതൊന്നും കൂടാതെ വീട്ടിൽ റോസാപ്പൂ ഡെയിലി പൊട്ടിച്ച് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ 1 വർഷം പോയി. അപ്പോൾ എപ്പോഴാണ് പ്രപ്പോസ് ചെയ്തേ? ട്യൂഷൻ്റെ ലാസ്റ്റ് ഡേ. അബിയുടെ ബോർഡ് എക്സാം വന്നാ കഴിഞ്ഞേ. ഡേ,
ഞാനിന്ന് പ്രപ്പോസ് ചെയ്താലോ? റിയലി? സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്താ പ്ലാൻ? ഇന്നീ റോസ് കൊടുത്ത് ഇതുവരെ റോസ്, ചോക്ലേറ്റ്, ഗ്രീറ്റിംഗ് കാർഡ് എല്ലാം ഞാനൊക്കെ നേരെ പറയാൻ പോവാ. ഒപ്പം പ്രപ്പോസും ചെയ്യാം. നാണൊക്കെ വരുന്നല്ലോ. ഓക്കെ ഓക്കെ, ചെല്ല് ചെല്ല്. ഓൾ ദ ബെസ്റ്റ് അബി. എന്നാലും എങ്ങനെ പ്രപ്പോസ് ചെയ്യാ? എന്താദ്യം പറയാ? ഐ ലവ് യു. ഒരു പഞ്ച് പോലെ അലിക്കേ അലിക്കേ. ഐ ലവ് യു. ഇത് കുഴപ്പമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സിക്കളായി പോകും. കാണാനില്ലല്ലോ, എവിടെയാണോ എന്തോ. സ്കൂളിൽ അവിടെ നിന്ന് പോയി നിൽക്കുമ്പോ ചിലപ്പോ അവിടെ ഉണ്ടാവും. എന്റെ ദൈവം ഇതാ നിൽക്കുന്നത്. എന്റെ ദൈവമേ, പേടിച്ച് തലറങ്ങിയതല്ലേ. ಹೇ ಅವೇ ಇದು ಪುಡಿ ನೀತಾ ಲಾಸ್ಟ್ ಕಂಡಿಪಾ ವರ್ನು സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് കല്യാണോ? അയ്യോ, അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല, ഞങ്ങൾ ട്യൂഷൻ മിസ്സാ. റിയലി? അത്ര വലിയ കോമഡി ഒന്നുമില്ലല്ലോ ഇങ്ങനെ ഇരുന്ന് ചിരിക്കാൻ. ചുമ്മാ. നീ വീട്ടിക്ക് വാ, ബാക്കി എപ്പോ തരാം. അബി, എനിക്ക് കുറച്ച് പ്രൈവറ്റായി നിന്നോട് സംസാരിക്കണം. എനിക്കിത് എന്തേ പറ്റുന്നേ? എൻ്റെ നെഞ്ച്.
ഹലോ, കമ്മിങ്. ഓക്കെ, നിങ്ങൾ സംസാരിക്കേ. എൻ്റെ ഫ്രണ്ട് വന്നു തോന്നുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. It's nice meeting you. സെയിം ടു യു. എന്തുകൊണ്ടാ എനിക്കത് മുന്നേ മനസ്സിലാവാതിരുന്നേ? എന്താ എൻ്റെ നെഞ്ചിന് ഇത്ര ഭാരം? എന്തുകൊണ്ടാ പെട്ടെന്ന് എന്നെ വിട്ട് അഭി ദൂരെ പോയി തോന്നുന്നത്? ഞാനിനി അഭിയെ, പക്ഷെ ഇത്ര ദിവസമില്ലാത്ത ഇന്നൊരു ദിവസം കൊണ്ട് എങ്ങനെ? അഭി, ഐ തിങ്ക് നമ്മുടെ റിലേഷൻഷിപ്പ് വർക്കാവില്ല. വാട്ട്? ഐ മീൻ, അതിൻ്റെ റീസൺ ഒന്നും? മനസ്സിലൊരു പെൺകുട്ടിയെ വെച്ച് നീ എൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഞാൻ അഭിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഓരോരുത്തർക്കും അവരുടെ പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓരോരോ സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും. അഭിയുടെ എന്താ? രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി മനസ്സിലാക്കിയിരിക്കണം. എത്ര പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ തലൂട്ടം വന്നാലോ ദി എൻഡ് ഓഫ് ദി ഡേ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അതെല്ലാം പറഞ്ഞു തീർക്കണം. ട്രസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും ബേസായി അവൾ എനിക്ക് കംഫോർട്ട് സോൺ ആയിരിക്കണം. അതുണ്ടെങ്കിൽ താനെ ബാക്കിയുള്ളതൊക്കെ വന്നോളൂ. ഓക്കെ, ഇതൊക്കെ ഒരു നിമിഷം കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാത്തിനും ബേസായി അവൾ എൻ്റെ കംഫോർട്ട് സോൺ ആയിരിക്കണം. അതുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് താനേ വന്നോളൂ. നിങ്ങൾ രണ്ടുപേരുടെ കൂടെ ഞാനിരുന്ന ഈ ഒരു മണിക്കൂർ എനിക്ക് മനസ്സിലായ കാര്യം 24 വർഷം ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇനി കൂടുതൽ ലേറ്റ് ആക്കല്ല അഭി. ചില കാര്യങ്ങൾ ലൈഫിൽ എപ്പോഴും കിട്ടില്ല. ഷീസ് യുവർ ലൈഫ്. സോറി നീല, I'm really sorry. ശരിയാ, എനിക്കും ഒരു പ്രശ്നമൊക്കെ അടിച്ചിരുന്നു. ബട്ട് നിങ്ങൾ രണ്ടുപേരെയും കണ്ടതിന് ശേഷം ഐ ഫൗണ്ട് യു ഗൈസ് ആർ ക്യൂട്ട്. സോ പേടിക്കണ്ട, സീഡി ഒരു വെല്ലുത്തിമാരെ പോലെ ഞാൻ വരില്ല. ഞാൻ Yeah, sure. Nice meeting you, Abhi. താങ്ക് യു സോ മച്ച്. ചെല്ലേ, നിന്റെ അതിഥി അവിടെ കാത്തിരിക്കണ്ടാവും. ചെല്ലേ.
സംസാരിച്ചോ? എല്ലാം ഓക്കെ അല്ലേ? എന്താ പറഞ്ഞേ? ഞാൻ ആലോചിക്കുന്നതാണോ നീ ആലോചിക്കുന്നേ? മനസ്സിലായില്ല. ഞാനെന്താ ആലോചിക്കാൻ? നീ അല്ലാതെ വേറൊരാളും എന്നെ ഇത്രയധികം മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ അടുത്ത് മാത്രം ഞാനായിരിക്കാറ്. നീ എൻ്റെ മേൽ വെച്ചിരുന്ന വിശ്വാസം ആരും ഇതുവരെ വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ എവിടെ പോയാലും എത്ര ദൂരം പോയാലും തിരിച്ച് നിന്റെ അടുത്തോട്ടാ ഞാൻ വരുന്നത്. ദീ, യു ആർ മൈ ലൈഫ്. യു ആർ മൈ ലൈഫ് അതിഥി. യു ആർ മൈ കംഫർട്ട് സോൺ. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാറുള്ളതല്ലേ, എന്താ ഇപ്പൊ ഒന്നും മിണ്ടാത്തേ? എന്നെ വിട്ട് പോകുന്നു കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ചിരുന്നു. ഞാൻ വിചാരിച്ചാലും ഇനി അതിന് പറ്റില്ല. അപ്പൊ നീ വിചാരിക്കൂ? അയ്യോ, സത്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കില്ല. താങ്ക്സ് ടു നില. അവളില്ലെങ്കിൽ നമ്മളിത് മനസ്സിലാക്കാൻ എത്ര കാലം പിടിക്കുമെന്നതോ. ശരിയാ. ശരി, വീട്ടിൽ പോവാം. അമ്മ നോക്കിയിരിക്കും. അതിഥി, I love you.